എന്ന് പറഞ്ഞാൽ മാതാവ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പ്രഭാതത്തിൽ ഉണരുമ്പോഴേ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയോട് പറഞ്ഞ് ശരിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബ്രദർ അതിനെക്കുറിച്ച് നന്നായി പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞായിരുന്നു. പിന്നെ ഈശോയാണ് സ്നേഹത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്ന് ദിവ്യബലിയിൽ അച്ഛനും അതിനെ ടച്ച് ചെയ്താണ് പറഞ്ഞത്. 3 കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഓർമ്മപ്പെടുത്തിയത്. സ്നേഹം, സമാധാനം, ഐക്യം. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ലൈഫിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇനി ധ്യാനത്തിലൂടെ അത് നേടിയെടുക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. അത് എനിക്ക് ടച്ച് ചെയ്തായിരുന്നു. പിന്നെ ഒരു ഫാരസി സ്വഭാവം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ലൈഫിൽ അതുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് ബ്രദർ ഓർമ്മപ്പെടുത്തി. ഇനി അതിനെ കുറച്ചുകൂടി അതിനെ മാറ്റിയെടുക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ധ്യാനത്തിലൂടെ ഞങ്ങൾ ശ്രമിക്കും. പിന്നെ അടുത്തിരുന്ന കുട്ടി എന്നോട് പറഞ്ഞത് നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം രക്തസാക്ഷികളുടെ വിശുദ്ധരുടെ രക്തസാക്ഷിത്വമാണെന്നാണ് കുട്ടി എന്നോട് പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. യെസ്, അടുത്ത ആൾ വരാം.